മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സംഭരണശാലയിൽ നിന്ന് ജൂലൈയിലേക്കുള്ള ഭക്ഷ്യധാന്യം സംഭരിക്കാനുള്ള സമയപരിധി ജൂൺ 30 വരെ നീട്ടി. ഇതോടെ സംസ്ഥാനത്തിന് റേഷൻ വിഹിതം നഷ്ടപ്പെടുമെന്ന സ്ഥിതി ഒഴിവായി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ജൂൺ മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യം നീക്കം ചെയ്യൽ ഉടൻ പൂർത്തിയാക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ജൂലൈ മാസത്തേക്കുള്ള ധാന്യങ്ങൾ FCI സംഭരണശാലയിൽ നിന്ന് NFSA സംഭരണശാലയിൽ എത്തിക്കാനായേക്കും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നാണ് FCI സംഭരണശാലയിൽ നിന്നും 3 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ മുൻകൂട്ടി സംഭരിക്കാൻ ആവശ്യപ്പെട്ട് ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് പ്രകാരം ജൂലൈ മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ മെയ് 31-നകം സംഭരിക്കേണ്ടിയിരുന്നു. സമയപരിധി കഴിഞ്ഞതോടെ സംസ്ഥാനത്തിനു റേഷൻ വിഹിതം നഷ്ടമാകുന്ന സ്ഥിതി വന്നു. തുടർന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം സമയപരിധി നീട്ടി നൽകിയത്. അതേസമയം റേഷൻ ഗതാഗത കരാറുകാർക്കുള്ള തുക നൽകാൻ വൈകുന്നതിനെ തുടർന്ന് ഇടയ്ക്കിടെ സമരങ്ങൾ ഉണ്ടാകുന്നത് മൂലമുള്ള റേഷൻ വിതരണ കാലതാമസം തുടരുകയാണ്. ജൂലൈ മാസത്തേക്കുള്ള ധാന്യം മെയിൽ തന്നെ FCI സംഭരണശാലയിൽ നിന്നും സംഭരിക്കേണ്ടതാണ്. ഇതാണ് 2 ആഴ്ച വൈകി ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. നിലവിൽ FCIയിൽ നിന്ന് NFSA സംഭരണശാലയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നാണ് കടകളിലേക്ക് കൊണ്ടുവരുന്നത്. വെട്ടന്യൂസ് മലപ്പുറം.